അവിടെ അന്ന് എത്ര കിണർ മൊത്തം താഴ്ത്തിണ്ടായിരുന്നു അതിന് മുമ്പ്? ഒത്തിരി ഒത്തിരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാരണന്മാരായിട്ട് തന്നെ ഒരു 10 കിണറിന് മേലെ ഉണ്ടാവും. അവിടെ വെള്ളം കിട്ടൂല, കാരണം വിരിഞ്ഞ പാറയെന്ന് പറഞ്ഞിട്ട് ഇട്ടായിരുന്ന പ്രദേശമല്ലേ. ഓർമ്മയുണ്ട്. ഞാൻ അന്ന് അതിന്റെ ഒരു ചെറിയൊരു ക്ലിപ്പ് എടുത്ത് എന്റെ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ചേച്ചി ഓർമ്മയുണ്ടോ? കുറെ നാളുകൾക്ക് മുമ്പ് ഓർമ്മയുണ്ടല്ലേ? 10 വർഷമായി. അതെ അതെ. പിന്നെ എനിക്ക് 22 വയസ്സുള്ളപ്പോ. ഇപ്പൊ മോള് എത്രയിലാ പഠിക്കണേ? അപ്പൊ അന്ന് അമ്മിണിക്കുട്ടി എന്നൊരു പേര് ഇട്ടിട്ട് പോയിണ്ടായിരുന്നു. അതെ അതെ. മോൾക്ക് അമ്മിണിക്കുട്ടി വിളിച്ച അവളെന്ത് വീണ്ടുണ്ട് ആണോ? ഓക്കെ ഓക്കെ ഓക്കെ. നമുക്ക് എന്തോരം സ്ഥലമുണ്ട് ചേട്ടാ? ഇത് സ്ഥലം ഇങ്ങനെ ഒരു ഏക്കറുണ്ട്. ഈ 10 സെന്റ്. ഓക്കെ. നമുക്ക് ഇതിനകത്ത് തന്നെ വാസ്തു പ്രകാരം കിണർ കിട്ടിയാൽ പോരെ? അങ്ങനെയല്ലേ നോക്കണം. പുള്ളി എവിടെ പറ്റുമോന്നൊരു ചോദ്യം ചോദിച്ചു. ഈ ഏരിയയില് ഓപ്പൺ വെല്ലായിട്ട് കിട്ടാം. നമുക്ക് ഓപ്പൺ വെല്ല് തന്നെ നോക്കാം. അവിടെ ഒരു 6-7 ഓല എടുത്തേക്കാവോ? പച്ചോല. രണ്ട് മിനിറ്റ് കയ്യിൽ വെച്ചോട്ടെ, ഞാൻ മേടിക്കാം കേട്ടോ. ചേട്ടാ ഓലയും കൂടി തന്നേരെ. ഒരു ഓലയും കൂടി തന്നേക്കാവോ? ഒരു കുറ്റി കൊണ്ടുവരാ. ഒരു കുറ്റി കൊണ്ടുവരാ. ഇതിവിടെ അടിയാ. ഇവിടെ ഇതിനകത്ത് ഒരു 9.5 കോല് 10 കോലൊക്കെ വെള്ളം കാണും. വെള്ളം കണ്ടിട്ട് ഒരു 1.5 കോലോടെ താഴ്ത്തിയത്. 1.5 കോലോടെ താഴ്ത്തി കഴിഞ്ഞാൽ വേനക്ക് നന്നായിട്ട് വെള്ളം ഉണ്ടാവും കേട്ടോ. 9.5 കോല് 9.5-10 കോലൊക്കെ വെള്ളം കാണും. വെള്ളം കണ്ടിട്ട് ഒരു 1.5 കോലോടെ താഴ്ത്തിയാൽ മതി. 1.5-2 കോല് താഴ്ത്തിക്കോ, നന്നായിട്ട് വെള്ളം കിട്ടും. ഈ വീടിനനുസരിച്ച് വാസ്തു പ്രകാരം സ്ഥാനത്താ, കുഴപ്പമില്ല. ഇത് ആക്ച്വലി പെങ്ങളുടെ വീടാണല്ലേ? പെങ്ങളുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മമ്മിയുടെ അനിയത്തിയുടെ. ഓക്കെ ഓക്കെ. എന്നെ എനിക്ക് മെസ്സേജ് അയച്ചായിരുന്നു. കുറച്ച് മുന്നേ ചേട്ടൻ വിളിച്ചിരുന്നു. അവരെവിടെയാ സ്ഥലം? ദുബായിലാ? ഓക്കെ. ഫാമിലിയായിട്ട് അവിടെയാണ്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ അവര് പോണേക്കുമ്പാണ് ബിബിനെ ഒന്ന് ഇങ്ങോട്ട് കൊണ്ടുവരണം പറഞ്ഞിട്ട് എങ്ങനെയെങ്കിലും. അവരെന്നാ പോയത്? കഴിഞ്ഞ മാസാ പോയത്. ഓക്കെ. അപ്പൊ അന്ന് തിരക്കായിരുന്നു. അന്ന് മൊത്തം തിരക്കായി പോയി, എത്താൻ പറ്റില്ല. ചേച്ചി പിള്ളേരോട് അന്വേഷണം പറഞ്ഞോളൂ. ക്ലാസ്സിൽ പോയേക്കോണോ? ആണോ? കൊണ്ടുവരാതിരുന്നേ? എന്ത് കൊണ്ടുവരാണ്ടിരുന്നേ? ഇന്നലെ ചെറിയൊരു ഛർദിയും കാര്യങ്ങളൊക്കെ. ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട് പറ്റിയതാ. അപ്പൊ അദ്ദേഹത്തിന് മാത്രമേ പിടിച്ചോളൂ. ഞാൻ ഇടയ്ക്ക് അതിലെ വേങ്ങൂര് വഴി വരുമ്പോ അങ്ങനെ ആലോചിക്കാറുണ്ട്. വരാൻ പാടില്ലായിരുന്നു. ഞാൻ ആ വീടിന്റെ ലൊക്കേഷൻ മറന്നു പോയി ശരിക്കും. അങ്ങോട്ട് കുറച്ച് കയറ്റം കയറിയിട്ട് ഒരിടത്തോട്ട് കോഴിഫാമൊക്കെ ഉണ്ട്. ഇപ്പോഴുണ്ട്. ശരി. അപ്പൊ എത്ര വർഷമായി? ഇപ്പൊ 10-12 കൊല്ലായി. ഓക്കെ ഓക്കെ ഓക്കെ. സുഖമായിട്ടിരിക്കണോ? മൂത്ത ആള് 6 വയസ്സ് കഴിഞ്ഞു. രണ്ടാമത്തെ ആൾക്ക് 4 വയസ്സ് കഴിഞ്ഞു. മൂത്ത ആള് 1-ാം ക്ലാസ്സിൽ, രണ്ടാമത്തെ ആള് LKG. അപ്പച്ചനോ? സുഖമായിട്ട് വലിയ കുഴപ്പമില്ലാതെ പോണു. വർക്ക് പണിയൊക്കെ ചെയ്യുന്നില്ലേ? പ്രശ്നങ്ങളുണ്ട്. കുഴപ്പമില്ല. കാര്യങ്ങളൊക്കെ. അതെല്ലേ? ഇപ്പൊ കുറെ വർഷമായില്ലേ കണ്ടിട്ട്? പിന്നെ ഓർമ്മയുണ്ട്, പുള്ളിയുടെ മുഖം കറക്റ്റ് ഓർമ്മയുണ്ട്. ഞാനും ഉണ്ടായിരുന്നു യൂട്യൂബില്. ഉണ്ട്. അന്നത്തെ വീഡിയോയിലല്ലേ? ഒരു 8 വർഷം 9 വർഷം മുന്നേ ആ വീഡിയോ യൂട്യൂബിൽ ഇപ്പോഴും ഉണ്ട്. ഏറ്റവും അവസാനം കിടപ്പുണ്ട്. ഞാനത് പയ്യെ കുത്തി പൊക്കാം ആ വീഡിയോ ഒക്കെ. ഇത് അപ്പൊ പണി ഏകദേശം. ഇതല്ലേ കിച്ചൺ? അതല്ലേ കത്തിക്കുന്ന അടുപ്പ് അവിടെയല്ലേ വെക്കുന്നേ? ഓക്കെ ഓക്കെ. അങ്ങോട്ട് തിരിച്ചല്ലേ വെച്ചിരിക്കണേ? ശരിയാ. വേറെ പ്രശ്നമൊന്നുമില്ല. അതല്ലേ മാസ്റ്റർ ബെഡ്റൂം അവിടെ അല്ലേ? ഓക്കെ. ഇതെന്താ ഡൈനിങ്ങാ? സ്റ്റോർ റൂമാ? സ്റ്റോർ റൂം. ഇപ്പൊ ഇവിടെ എന്താ സ്റ്റോർ ആയിട്ടാ? ഓക്കെ ഓക്കെ. കിച്ചണിലോട്ട് ആവശ്യമുള്ള സാധനങ്ങൾ സൈഡായിട്ട് അല്ലേ? കിച്ചൺ ഇത്തിരി ഭംഗിയായിട്ട് സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് സ്റ്റോർ സെറ്റ് ചെയ്തേക്കുന്ന. ഓക്കെ ഓക്കെ. ഇവിടെ ചില്ലിടാനാ ചേട്ടാ? ഗ്ലാസ് ഇടാനായിരിക്കും അല്ലേ?
ആന്ന് തോന്നുന്നു. അങ്ങനെയൊക്കെ ഒരു ഐഡിയ ആണ് അന്ന് പറഞ്ഞത്. ഇവിടെ ഡൈനിങ് ആയിരിക്കും അല്ലേ? ഡൈനിങ്. ഓക്കെ ഓക്കെ, അടിപൊളിയായിട്ട് പോട്ടെ. ശരി, പതുക്കെ ഇറങ്ങിക്കോട്ടെ. എനിക്ക് തൊടുപുഴ ഒരു വീടിന് 1-2 വീടിനോട് കുറ്റിയടിക്കാനുണ്ട്. ഞാൻ അളിയനെ വിളിച്ചിട്ട് കിട്ടിയില്ല. ഇല്ല, ആള് വീടിനനുസരിച്ച് വസ്തുപ്രകാരം നോക്കാനാ പറഞ്ഞിരുന്നത് എന്നോട്. ഇവിടെ അല്ലെങ്കിൽ അവിടെ കിട്ടുമെന്നുള്ളത് നോക്കാനാ പറഞ്ഞത്. ഇവിടെ ഇത്തിരി പാറ ഉണ്ടാവുന്നുള്ളൂ ലാസ്റ്റ്, പക്ഷെ വെള്ളം കിട്ടും. സുഖമായിട്ട് പോകുന്നു. ഇപ്പൊ ഫാം തന്നെയാണോ പരിപാടി? ഫാം തന്നെ. ഞാൻ മറ്റേ കോൺട്രാക്ടർക്കൊക്കെ വിട്ടായിരുന്നു. അതെ അല്ലേ? ഫാം തന്നെ. വീട്ടിൽ തന്നെയാണോ? വീട്ടിൽ തന്നെ, താഴെയുള്ള. അതെ, വിളിക്കണ്ട്. പിന്നെ ഒരു ദിവസം കാണാം. ഞാൻ വിളിക്കും. എന്തോ പഠിക്കണേ? കേട്ടില്ല ആളിയാ പറഞ്ഞു. വലിയ ആൾക്കാരായി. അത് ഞാൻ ചോദിച്ചിട്ട് പറഞ്ഞോളാം. എങ്ങനെ പേരെങ്ങനെ? ആശിഷ്. അറിയോ? ബസ്സിലോട്ട് അറിയോ? നമ്മള് കണ്ടിട്ടുണ്ടോ? നമ്മള് കണ്ടിട്ടുണ്ട്. എന്റെ അച്ഛനെ അറിയായിരിക്കും, ഒരു സുധീഷ്. ശരിപ്പണി എവിടെ? ഈ നമ്മള് പുന്നോട്ടത്തിന് പോയി ഈ വരിക്കത്താറ് വീട് കഴിയുമ്പോഴാണ്. നിങ്ങൾ തമ്മിൽ എങ്ങനെയാ? നിങ്ങൾ തമ്മിൽ? എന്റെ തറവാട് ശരിക്കും ഇവിടെ വലരിയിലാ, കല്ലൂർക്കാട് വലരി. അപ്പൊ ഇവിടെയൊക്കെ എന്റെ കുറെ അപ്പച്ചന്റെ അനിയന്മാരെല്ലാവരും താമസിക്കുന്നുണ്ട്. വലരിക്കാരെല്ലാവരും എന്റെ കസിൻസാ. അതൊക്കെ കസിൻസാ എല്ലാവരും. അതെ അല്ലേ? എല്ലാവരും മെഡിക്കൽ സ്റ്റോർ. ഇവിടെ ഈ മഞ്ചിപ്പേടി ഇവിടെ നിന്നാണ് താമസിക്കുമ്പോൾ ഇവന്റെ ഒരു സുഹൃത്തുണ്ട് ആൽബിൻ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അവന്റെ കൂടെ ഇവൻ എപ്പോഴും വരാറുണ്ട് വീട്ടില്. 2 കിലോ വരാറുണ്ട്. അവന്റെ കൂടെ ഒരുമിച്ച് പഠിച്ച അവര്. അപ്പൊ അവന്റെ കൂടെ അങ്ങോട്ട് വരാറുണ്ട്. വൈഫ് ടീച്ചറായിരുന്നു, ഇപ്പൊ വർക്ക് ചെയ്യണല്ലോ. ഇപ്പൊ എന്റെ ഓഫീസിലെ കാര്യങ്ങളൊക്കെ പുള്ളി സെറ്റ് ചെയ്തോണ്ടിരിക്കും. അദ്ദേഹമാണ് ഫോൺ എടുക്കണേ. ആളുണ്ട്, വേറെ സ്റ്റാഫുണ്ട്. മഞ്ചേച്ചി വിളിക്കുമ്പോ അദ്ദേഹത്തെ കിട്ടണെന്ന് പറഞ്ഞു. ആളുണ്ട്, വേറെ സ്റ്റാഫുണ്ട്. എല്ലാവരും ഇങ്ങനെ മിങ്കിൾ ചെയ്ത് ഞാൻ ഇത്തിരി വൈഡായിട്ട് ചെയ്യും. മറ്റേ മെന്റലിസം ഉണ്ട്, മെന്റലിസം, ഹിപ്നോട്ടിസം ഒക്കെ ഉണ്ട്, എല്ലാം ഉണ്ട് സൈഡായിട്ട്. കുറച്ച് വീഡിയോസ് കണ്ടായിരുന്നു. അതന്നെ ഹിപ്നോട്ടിസം കിടത്തി ഉറക്കി കളയും. ഞാൻ തൃശ്ശൂർ ചാലക്കുടിയിൽ നിന്ന് ഒരു 20 കിലോമീറ്റർ അകലെ 2 കൈന്ന് പറയും എക്സാക്ട്. അപ്പച്ചനൊക്കെ ആയിട്ട് അവിടെ നിന്ന് അങ്ങോട്ട് പോയത്. അവിടെ അതിരപ്പള്ളിക്ക് പോകുന്ന വഴിക്ക് ഇടയ്ക്ക് വെച്ച് ലെഫ്റ്റ് പോകണം. കുറ്റിക്കാട്, കുറ്റിച്ചിറ, ചായപ്പൊടി 2 കൈ. ശരി, ഇവിടെ നിന്ന് പോയതാ. നമുക്ക് ഇവിടെ കുറെ ആൾക്കാരായിട്ട് ഇങ്ങനെ പരിചയമുണ്ട്. കാരണം മൂവാറ്റുപുഴ, തൊടുപുഴ ഒക്കെ ഏരിയ ആയിട്ട് നല്ല ബന്ധമാണ്. അതെ, അടിവേര് ഇവിടെയാണ്. നമ്മൾ മാത്രമേ അങ്ങോട്ട് പോയിട്ടുള്ളൂ. പിന്നെ എന്നും ഞങ്ങൾക്ക് അന്ന് മുതൽ അഭിമാനം. പിന്നെ ചില ആൾക്കാര് നമ്മള് പണ്ട് മുതൽ പോയ കുറെ ആൾക്കാർ ഇങ്ങനെ സ്ട്രൈക്ക് ചെയ്ത് ഓർത്തു വെക്കുമല്ലോ. അതിൽപ്പെട്ട ഒരാളാണ് ഇവര്. പിന്നെ എനിക്ക് തോന്നുന്ന 22 വയസ്സ് കണ്ടുള്ളപ്പോഴാണ്. എനിക്ക് 22 വയസ്സ് കണ്ടുള്ളൂ. അന്നേരം വന്നാ നിങ്ങളുടെ ആ വീഡിയോ കൊണ്ട് പലരും വിളിച്ചായിരുന്നു. അപ്പൊ അങ്ങനെ താഴത്തെ തന്നെ ബിബി വന്നിട്ടുണ്ട് അവിടെ. ഞാൻ വന്നിട്ടുണ്ട്. പക്ഷെ എനിക്ക് ഈ വീട് ഏതാന്നുള്ളത് എന്റെ ഐഡിയ ഇല്ല. ഞാൻ അതുവഴി അല്ല വന്നേണേ. അതുവഴിയാണോ അത് തൊട്ടിപ്പുറത്തോടെയാണ് വന്നത്. അപ്പൊ ഞാൻ അങ്കമാലി റൂട്ട് അങ്ങനെ ഞാൻ ഓർത്തു ഇങ്ങനെ വന്നിട്ട് ഇവിടെയാണ് വീട്. പക്ഷെ ഞാൻ അവിടെ ആ വീട്ടിൽ കണ്ട് പറഞ്ഞു തോന്നുന്നു. എൽദോസ്, അവന്റെ പേര് എൽദോസ് അല്ലല്ലോ, വേറൊരു പേരാ. അവന്റെ അനിയന്റെ പേര് എൽദോസ്. മറ്റേ ഇവിടെ കോപ്പറേറ്റീവ് മെഡിക്കലില് വർക്ക് ചെയ്യണം. അത് ഈ വർഷമല്ലല്ലോ വന്നേ, കഴിഞ്ഞ വർഷം. കഴിഞ്ഞ വർഷം ആണോ? അവൻ പോയിട്ട് ഇപ്പൊ 2 വർഷമായില്ലേ? ഞാൻ വന്നിട്ടുണ്ട്. ഞാൻ അതിലെ ഇടയ്ക്ക് വരുമ്പോ ഇങ്ങനെ ആലോചിക്കും. അതിലെ വരെ ഒരു ദിവസം വരുമ്പോ പിള്ളേരൊക്കെ ഒന്ന് കാണാലോ. പിന്നെ വരാ ഒരു ദിവസം. ശരി, ഇപ്പൊ കൊണ്ടേ. ശരി ചേച്ചി. ഓക്കെ, പിള്ളേരോട് അന്വേഷണം പറഞ്ഞേ. തീർച്ചയായിട്ടും.